ഈ അമ്മയില്ലാത്ത അടുക്കള വെറും ശൂന്യമാണല്ലേ. അമ്മ അച്ഛനും കൂടെ രാവിലെ തന്നെ ഒരിടം വരെ പോയി. അതുകൊണ്ട് ഇന്നത്തെ ഡ്യൂട്ടി മുഴുവൻ എനിക്കാണ് കേട്ടോ അടുക്കള. ഇന്നത്തെ വീഡിയോയ്ക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും. കാരണം ഞാൻ പനി പിടിച്ച് കിളി പറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ വീട്ടിൽ 2 പിള്ളേർക്കും പനിയാണ്. അതിന്റെ കൂടെ അവരുടെ കരച്ചിലും കൂടെ ആയപ്പോൾ അടിപൊളി. അമ്മ പോയപ്പോൾ തന്നെ റൈസ് കുക്കറിൽ അരിയിട്ടിട്ടാണ് പോയത്. പിന്നെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് ഒന്ന് വാർക്കുന്ന പണി മാത്രമേ എനിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റൈസ് കുക്കറിൽ തന്നെ ഇറക്കി വെക്കിട്ടോ. അത് നമ്മൾ കഴിക്കാൻ എടുക്കുന്ന സമയത്ത് നല്ല ചൂടായിട്ടിരിക്കുവേ. ഇനി 2 മുരിങ്ങാക്കോലും 2 തക്കാളിക്ക് ഇട്ടിട്ടാണ് നമ്മൾ മീൻകറി വെക്കുന്നത്. അന്ന് തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ. മീൻ അമ്മ കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നുണ്ട്. എനിക്ക് എളുപ്പമുണ്ടായിരുന്നു. രാവിലെ അതൊന്ന് ജസ്റ്റ് ഒന്നും കൂടെ കഴുകിയിട്ട് നമ്മുടെ അരപ്പും മുരിങ്ങക്കായും തക്കാളിയും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു മീൻകറി ഞങ്ങൾ പാസ്സാക്കിയേ. ഞാനിപ്പോൾ വാരിപ്പറക്കി അടുപ്പിൽ വെക്കാൻ പോകുന്ന ഈ മൺചട്ടി ഒരുപാട് പേര് ലിങ്ക് ചോദിച്ചിരുന്നു. ഇന്ന് കിട്ടുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇടാട്ടോ. ഇന്ന് എത്രയൊക്കെ നോക്കിയിട്ടും കോമഡി ഒന്നും പറയാൻ വരുന്നില്ല മക്കളെ. കാരണം പനി പിടിച്ചത് എനിക്ക് തോന്നുന്നു എന്റെ കോമഡി പറയുന്ന കിഡ്നിയിലാണെന്നാണ് തോന്നുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ടേ. കഴിഞ്ഞ വട്ടം അടൂര് കണ്ണനെ കാണാൻ വേണ്ടി പോയപ്പോൾ എന്റെ ഫ്രണ്ടായ വിദ്യാമ്മ തന്നിട്ടാണ് ഈ നാരങ്ങ. അന്ന് മുതൽ വെക്കണമെന്ന് വിചാരിച്ചെങ്കിലും എല്ലാവർക്കും പനിയൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് വെക്കാൻ പറ്റിയില്ലേ. ഇന്നും സത്യം പറഞ്ഞ പനി കാരണം എനിക്ക് ഇരിക്കാനും നിൽക്കാനും വയ്യ. പിന്നെ അവൾ സ്നേഹപൂർവ്വം തന്നിട്ട് അതിന് ഇല്ലാണ്ടാക്കി കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വയ്യാതെയാണെങ്കിലും ഞാനിത് അച്ചാറുണ്ടാക്കാന്ന് വിചാരിച്ചേട്ടോ. എന്തായാലും ഈ കട്ടിംഗ് ബോർഡ് എനിക്ക് വാങ്ങിക്കാൻ തോന്നുന്നത് നല്ലൊരു സമയത്താണ്. കാരണം കയ്യിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അല്ല കുഞ്ഞു അരിഞ്ഞെടുക്കാം കേട്ടോ. അങ്ങനെ ഇവിടെ അതിഗംഭീരമായിട്ട് അച്ചാറിന്റെ പ്രോസസിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ചാർ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പനി പിടിച്ച് കിടക്കുവാണെങ്കിലും കഞ്ഞി അച്ചാറെങ്കിലും കുടിക്കാം. നാരങ്ങ അച്ചാറിന്റെ ഉപ്പും പുളിയും വിനാഗിരിയുടെ പുളിപ്പും പിന്നെ നമ്മുടെ നാരങ്ങയുടെ കയ്പും എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കണേ. പണ്ടൊക്കെ നമ്മൾ ഓണ സമയത്ത് ഈ അച്ചാർ ഇടുമ്പോൾ ഭയങ്കര കയ്പായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണെന്ന് അറിയില്ല, നല്ല പുളിയും മധുരവും ഉപ്പും ഒക്കെയാണ് കേട്ടോ. എനിക്ക് നാരങ്ങ അച്ചാറിനോട് വലിയ താല്പര്യമില്ലെങ്കിലും ഈ അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉച്ചയ്ക്ക് കുറെ നാളായി ഞാൻ ചോറ് കഴിച്ചിട്ട് ഇന്നിപ്പോ നാരങ്ങ അച്ചാർ ഇട്ട പാത്രത്തിൽ ഇച്ചിരി ചോറിട്ട് കുഴച്ചങ്ങോട്ട് കഴിക്കാന്ന് വിചാരിച്ചേ. എന്നാൽ ഞാനൊരു രഹസ്യം പറയട്ടെ, ഞാൻ ഇപ്പൊ ഉരുട്ടിയെടുത്ത് ആ ഉരുളയും പിന്നെ ഒരു ഉരുളയും കൂടെ എനിക്ക് കിട്ടിയുള്ളൂ. ബാക്കി മൊത്തം എന്റെ മൂന്ന് തട്ടി കേട്ടോ. വാഷിംഗ് മെഷീൻ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ ശേഷം നമ്മൾ ഈ തുണി അലക്കുന്നത് കാണിക്കാറില്ല. ഇതൊന്നും വാഷിംഗ് മെഷീൻ ഇടാൻ പറ്റിയ തുണിയല്ല. അതുകൊണ്ട് പുറത്തുനിന്ന് അലക്കാന്ന് വിചാരിച്ചേ. ഇതിനിടയ്ക്ക് അച്ഛനും അമ്മയും വന്നായിരുന്നു. അത് പറയാൻ ഞാൻ വിട്ടുപോയി. അച്ഛൻ നട്ട ചെടികൾക്കെല്ലാം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പനി പിടിച്ച് കിടപ്പാണെങ്കിൽ മിക്കവാറും നാളെയൊന്നും വീഡിയോ ഉണ്ടാവില്ല. എനിക്ക് അറിയില്ല കേട്ടോ. ഇവിടെ എങ്ങാനും വീഴുന്നതിന് മുന്നേ പെട്ടെന്ന് കഴുകി എടുക്കട്ടെ. അപ്പൊ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ടാറ്റ ബൈ ബൈ, സീ യു.